കേരള രാജ്യാന്തര ചലച്ചിത്രമേളയുടെ 30 വർഷങ്ങളുടെ ഓർമ്മപ്പെടുത്തലാണ് IFFK എക്സ്പീരിയൻസിയ പ്രദർശനം. ഒരു റിപ്പോർട്ട്. അന്താരാഷ്ട്ര ചലച്ചിത്രമേളയുടെ ഭാഗമായി ടാഗോർ തിയേറ്റർ പരിസരത്ത് ഒരുക്കിയിരിക്കുന്ന ദൃശ്യ പ്രദർശനമാണ് IFFK എക്സ്പീരിയൻസ. IFFKയിലെത്തുന്ന ഓരോ ഡെലിഗേറ്റുകളും കണ്ടിരിക്കേണ്ട കാഴ്ചകളാണ് IFFK എക്സ്പീരിയൻസിയിലുള്ളത്. ഒന്ന് കണ്ടുവരാം. 30 വർഷത്തെ IFFKയുടെ നേർക്കാഴ്ചയാണ് എക്സ്പീരിയൻസിയ. തുടക്കം മുതൽ ഇന്നേ വരെയുള്ള IFFK സിഗ്നേച്ചർ ഫിലിമുകളും ലോഗോകളും ഡെലിഗേറ്റ് കാർഡുകളും ഫെസ്റ്റിവൽ ബുക്കിൻ്റെ പകർപ്പുകളും ബാഗുകളും ഉൾപ്പെടെയുള്ളവയാണ് ഇവിടെ കാണികൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ബാറ്റിൽഷിപ്പ് പൊട്ടങ്കിൽ, സിറ്റി ലൈറ്റ്സ്, റാഷമോൻ, കാഞ്ചനസീത ഉൾപ്പെടെയുള്ള ക്ലാസിക്കുകളുടെ പോസ്റ്ററുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരു സിനിമയെ സ്നേഹിക്കുന്ന, അതേസമയം ആ സിനിമയുടെ ചരിത്രം അന്വേഷിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മനോഹരമായ കാഴ്ചകളാണ് ഇത്രയും വർഷത്തിന് ശേഷവും ഇവിടെ ഒരുക്കിയിരിക്കുന്നതെന്ന് പറയുമ്പോൾ വലിയ സന്തോഷമുണ്ട്. വരും തലമുറ എന്താണ് ഇവിടെ അടയാളപ്പെടുത്തേണ്ടത് എന്നുള്ളതിനെ കൃത്യമായിട്ട് ബോധ്യത്തോടുകൂടി അടയാളപ്പെടുത്തുന്ന ഭൂപടമാണ് നാം ഇവിടെ കാണുന്നത്. ഗോദാർദ്, മൃണാൾ സെൻ, സയ്യിദ് മിർസ, MD, PN മേനോൻ, ശാരദ ഉൾപ്പെടെയുള്ളവരുടെ ഒറ്റ ഫ്രെയിമാണ് പ്രദർശനത്തിലെ മുഖ്യ ആകർഷണം. ന്യൂ ജനറേഷന് ഭയങ്കര ഇൻഫോർമേറ്റീവ് ആണ്. കാരണം ആ ആക്ടേഴ്സും ഡയറക്ടേഴ്സിനും ഒക്കെ വെച്ചിരിക്കുന്നത് എനിക്കൊന്ന് കുറച്ച് ഫിലിമിൽ നല്ല ഡെപ്തുള്ളവർക്ക് മാത്രമേ അത് മനസ്സിലാവുള്ളൂ ആരാണെന്ന്, അല്ലാത്തവർക്കൊന്നും അറിയത്തില്ല. പുതിയ ജനറേഷൻ എന്ന് വെച്ചാൽ അത് വേറൊരു സ്റ്റൈലാണ് അവരുടെ. പക്ഷേ ഇത് എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നുന്നു. ഞങ്ങൾ എന്തോ ആ പഴയ കാലത്തോട്ട് തിരിച്ചു എല്ലാ ഡയറക്ടേഴ്സിനെ ആക്ടേഴ്സിനെ കാണുന്നുണ്ട്. ശാരദാമ്മയുണ്ട്, മധുസാറുണ്ട്, അങ്ങനെയുള്ള കുറേ പേരുണ്ട്. പിന്നെ ഇതിനകത്ത് നമ്മുടെ പഴയ ഓർമ്മകൾ പുതുക്കുന്നുണ്ട്. സിനിമയുടെ ഇന്നലകളിലേക്ക് വെളിച്ചം വീശുന്ന IFFK എക്സ്പീരിയൻസിയ ഡെലിഗേറ്റുകളായി എത്തുന്ന എല്ലാവരും ഒരുപോലെ സ്വീകരിച്ചിരിക്കുകയാണ്. IFFKയുടെ ഹാൻഡ് ബുക്സുകൾ അതൊക്കെ ഇത്രയും കാലം സംരക്ഷിക്കുക, അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഇവിടെ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോൾ എത്രമാത്രം എഫേർട്ടാണ് ഇതിനിടയിൽ ഉണ്ടാവുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സിനിമ എന്താണ്, ജീവിതം എന്താണ് എന്ന് അടയാളപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഓരോ മനുഷ്യനും ഈ ഇടങ്ങളിലേക്ക് എത്തിച്ചേരണമെന്നാണ് എൻ്റെ അഭിപ്രായം. ക്യാമറമാൻ